അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഈ അറ്റോമിക് നമ്പർ ആഡ് ചെയ്താൽ മതി അല്ലേ? 2, 1, 3 അതാണ് ഇവരുടെ ഗ്രൂപ്പ്. ടൈറ്റാനിയം എടുത്താൽ 2 + 2 4 ആണ് ഇവരുടെ ഗ്രൂപ്പ്. വെനഡിയം 2 + 3 5. അപ്പൊ എന്തായാലും 0 വരും. പിന്നെ എന്നിനേക്കാൾ 1 കുറവല്ലേ? ഈസി അല്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഒറ്റ സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 3D ആണോ 4S ആണോ ആദ്യം എഴുതേണ്ടതെന്ന് എപ്പോഴും കൺഫ്യൂഷൻ ഇപ്പൊ മാറ്റാൻ പോവുകയാണ് നമ്മളല്ലേ. വെൽക്കം ബാക്ക് ടു ആർഗാനിക്സ്. സോ മക്കളെ, മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും A+ ഉറപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറെ ട്രിക്കുകൾ ട്രിക്കിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് സമയമില്ല, എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ മക്കളെ, അവർക്ക് സംശയമാണ് 3D ആദ്യം വരുമോ 4S വരുമോ? അപ്പൊ ഒരിക്കലും മറക്കാത്ത ഒരു അടിപൊളി ട്രിക്കിലൂടെ മാത്രം ഈ A+ നമുക്കറിയാം KLMN ഷെല്ലുകൾ, ഇങ്ങനെ ഷെല്ലുകൾ അങ്ങനെ പോകും. ആദ്യത്തെ ഷെല്ല് K ഷെല്ല്, അതിലെ S സബ് ഷെല്ല് മാത്രമാണുള്ളത്. രണ്ടാമത്തെ ഷെല്ലില് S ഉണ്ട്, P ഉണ്ട്, S ഉം P ഉം D ഉണ്ട്, അടുത്ത S ഉം P ഉം D F ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ അല്ലെ, ഈ 4 ഷെല്ലുകളെ ആവശ്യമുള്ളൂ. സോ ഈ സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ നിറയുന്നത് അത് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ സോഡിയം പൊട്ടാഷ്യം വേറെ മെറ്റലായിരുന്നു, 3 മെറ്റലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഡിയം നമ്മൾ എഴുതി കാണിക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ S ഉം P ഉം D ഉം F ഉം എഴുതുക. ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കാതെ ആവശ്യം വരും അല്ലെ. അപ്പൊ ആദ്യം S ആണ് കാണുന്നത് മക്കളെ, ആദ്യം S മാത്രമാണ് കാണുന്നത്. എന്താദ്യം കാണുന്നു അത് 2 വട്ടം നിങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ എസ്സിനെ മാത്രമാണ് എഴുതിയത്, അത് 2 വട്ടം എസ് ഉം എഴുതുക. ഇനി പിയിൽ നിന്ന് എസ്സിലേക്ക് പോവുക. എന്താണ്? രണ്ടാമത് പി ആണ്. അപ്പൊ PS എന്ത് കണ്ടാലും 2 തവണ എഴുതണം അല്ലെ? 2 തവണ എഴുതുക. നമുക്കിടയില്ലാത്തോണ്ട് താഴോട്ട് എഴുതി നിങ്ങൾ നിരത്തി എഴുതണേ. ഇനി ആരെയാ കാണുന്നത്? പിന്നീട് വരുന്നത് DPS. ബാക്കിലേക്കാണ് പോകേണ്ടത്. 2 തവണ 3 തവണ എഴുതല്ല. DPS അത്രേ ആവശ്യം വരത്തുള്ളൂ. ഇനി നോക്ക്, F ഉണ്ടല്ലേ അവർക്ക്. FDPS 2 തവണ എഴുതുക. FDPS റെഡി. ഓക്കെ. അപ്പൊ ഇനി അറിയേണ്ടത് 1 2 3 ഇട്ട് കൊടുക്കുക, നമ്പർ ഇലക്ട്രോൺസ് ഇല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ഒന്നാമത്തേത് S അല്ലേ? അപ്പൊ S 1 തുടങ്ങുക. 1S 2S 3S 4S 5S 6S 7S 8S. അപ്പൊ 1 2 3 എങ്ങനെ നേരെ എസിന്റെ നേരെ 1 2 3 4 5 6 എന്ന് ഇട്ട് പോവാ. ഒരു കൺഫ്യൂഷനും വേണ്ട. പി സബ് ഷെല്ല് രണ്ടാമത്തെ ഷെല്ലിലാണ് വരിക. അപ്പൊ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2P 3P 4P 5P 6P 7P റെഡി. 1 2 3 നേരെ ഇട്ട് പോവാ. ഇനി ഡി തുടങ്ങുന്നത് മൂന്നാമത്തെ ഷെല്ലിലാണ്, M ഷെല്ലിലാണ്. അപ്പൊ D 3 സ്റ്റാർട്ട് ചെയ്യാം. 3D D എവിടെ? 3D എഴുതുക. 4D എഴുതുക. 5D എഴുതുക. 6D എഴുതുക. തപ്പരുത് 6D. ഓക്കെ. ഇനി F സ്റ്റാർട്ട് ചെയ്യുന്നതോ നാലാമത്തെ ഷെല്ലിലാണ്. അപ്പൊ 4 സ്റ്റാർട്ട് ചെയ്യാം. F എവിടെ? F കുറെ തപ്പണ്ടി വരും. 4F 5F. ഓക്കെ, അത്രേ നിങ്ങൾക്ക് ആവശ്യം വരത്തുള്ളൂ. അപ്പൊ എല്ലാരെയും നമ്മൾ ഇതായിരിക്കും അവരുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. 2P 3S 3P കഴിഞ്ഞാൽ 3D അല്ല 4S ആണ്. ഇനി നമുക്ക് സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ 11 ഇലക്ട്രോൺ മാത്രമാണ്. 11 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോൺ എസില് 2S വന്നു. 2S നിറഞ്ഞു 2 ഇലക്ട്രോൺ. അപ്പൊ 4 ഇലക്ട്രോൺ ആയി. 2P പോയി. അപ്പൊ 6 ഇലക്ട്രോൺ. 6 4 10 ഇലക്ട്രോൺ. ഇനി സോഡിയത്തിന് ആകെ 11 ഇലക്ട്രോൺ ആണ്. 10 ഇലക്ട്രോൺ നിറഞ്ഞു. റെഡി അല്ലേ? 11 ഇലക്ട്രോൺ റെഡി അല്ലേ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ ഈസി ട്രിക്കിലൂടെ പഠിച്ചു. ഒരിക്കലും മറന്നു പോകാത്ത ട്രിക്ക് നിങ്ങളെ കയ്യിലായി. റെഡി അല്ലേ? അപ്പൊ ആരുടെ വേണേലും മക്കൾക്ക് ഇതേ ട്രിക്ക് ഉപയോഗിച്ച് എഴുതാം. സെയിം ട്രിക്കാണ് എല്ലാത്തിനും യൂസ് ചെയ്യുക. എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ ഓർത്ത് വെക്കുക. അടുത്തത് എവിടെ നിന്നുള്ള ട്രിക്കാണെന്ന് അറിയാട്ടി, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ട്രിക്കാണ്. സ്കാൻഡിയത്തിന്റെ അത് അവർക്ക് ഹോംവർക്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതേ ട്രിക്ക് ഉപയോഗിച്ചൊന്ന് എഴുതുക. മക്കളെ, അടുത്തത് L വാല്യൂ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നാൽ, N വാല്യൂ തന്നാൽ എങ്ങനെ L വാല്യൂ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എഴുതാം? ഈസിയാണ്, ഒന്നുമില്ല.
അത് എല്ലിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ 0 തൊട്ട് 0 എഴുതണം, എന്തായാലും 0 ഉണ്ട്, ഒരു നമ്പർ 0 ആയിരിക്കും. 0 തൊട്ട് 1 കുറവ്, അതായത് എന്നിനേക്കാൾ 1 കുറവ്. n എത്രയാ? 1 ആണ്. 1 1 കുറവ് 0 0 0 വലിയ 0. അപ്പൊ L 0 മാത്രമേ പോസിബിൾ ഉള്ളൂ. n 1 ആണെങ്കിൽ L 0 മാത്രമേ പോസിബിൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ n 3 ആണെങ്കിലോ? n 3 ആണെങ്കിൽ 0 ആദ്യം എഴുതുക, പിന്നെ 1 എഴുതുക. 3നേക്കാൾ 1 കുറവ് എത്ര? 2. അപ്പൊ 0ക്കും 2നും ഇടയിലുള്ള എല്ലാ 0യും 1ഉം 2ഉം ആണ് എല്ലിന്റെ സാധ്യമായ വാല്യൂസ്, പോസിബിൾ വാല്യൂസ്. 5. n = 5 ആണ്. n = 5 ആണ് എല്ലിന്റെ വാല്യൂ. ആദ്യം 0 എഴുതുക, 5നേക്കാളും 1 കുറവ് 4 എഴുതുക. 0നും 4നും ഇടയിൽ 1 2 3 റെഡി അല്ലേ? അപ്പൊ ഇത്രയും വാല്യൂസ് എല്ലിന് സാധ്യമാണ്. അപ്പൊ 0 ഇടുക. ആൻഡ് n വാല്യൂനേക്കാളും 1 കുറവ്, n 1 കുറച്ച് എഴുതുക. 5 1 കുറച്ചാൽ 4. അപ്പൊ n = 6 വന്നാലോ? ലാസ്റ്റ് ഇതും കൂടി എഴുതാത്തെ. n = 6 ആണ്. ആദ്യം 0 എഴുതുക, 6നേക്കാൾ 1 കുറവ് 5. ഇനി 0 1 2 3 4 5. ഇത്രയും വാല്യൂസ് ആണ് എല്ലിന്റെ വാല്യൂ പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ വീണ്ടും മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ചോദ്യം, എനർജി കൂടിയ ഓർബിറ്റൽ കണ്ടുപിടിക്കാനാണ്. ഏത് ഓർബിറ്റൽ എന്നാണ് ഊർജം കൂടുതൽ? അപ്പൊ ഇവിടെ 2 വാല്യൂസ് മക്കൾക്ക് ആവശ്യമാണ്, n വാല്യൂവും l വാല്യൂവും. n+l വാല്യൂ ആണ് ഊർജം അളക്കാൻ n+l വാല്യൂ ഉപയോഗിക്കുക അല്ലേ? ഒന്നുമില്ല, l വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ SPDF ആ ഓർഡറിൽ എഴുതുക. അതിന്റെ പോസിബിൾ ആയിട്ട് 0 1 2 3 S ആണെങ്കിൽ 0, P ആണെങ്കിൽ 1, D ആണെങ്കിൽ 2, F ആണെങ്കിൽ 3. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എനർജി കണ്ടുപിടിക്കാം മക്കളെ. 3s-ന്റെ 3 ആ നമ്പർ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 0 ആണ്. ടേബിൾ ഒന്ന് സൈഡ് മാറിക്കട്ടെ. 0. അപ്പൊ 3ഉം 0യും കൂട്ടിയാൽ 3. ഇനി 3p-യിലേക്ക് വാ. 3 അതേപോലെ എടുത്ത് എഴുതുന്നു. P-യുടെ വാല്യൂ എത്ര? 1 ആണ്. 1 അപ്പൊ 4 കിട്ടി. ഇനി 4 ആണോ 3 ആണോ വലുത്? തീർച്ചയായിട്ടും 4 ആണ് വലുത്. എനിക്ക് ഡൗട്ട് ഉണ്ട്. 4s3p ആരാണോ വലുത് അയാളുടെ ഓണർക്കാർക്ക് എനർജി കൂടുതൽ. അപ്പൊ 3p-ക്കാണ് എനർജി കൂടുതൽ. അങ്ങനെയാണ് ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചെയ്യാം. 3 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. D എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 2 5 കിട്ടി. ഇനി 4s 4 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. S-ന്റെ L വാല്യൂ 0. അപ്പൊ 4 + 0 4. ഇനി 4 ആണോ 5 ആണോ വലുത്? 5 5 ആണ് വലുത്. അപ്പൊ 3Dക്കാണ് എനർജി ഊർജം കൂടുതൽ. ആൻഡ് അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ട്രിക്ക്. അപ്പൊ സ്കാൻഡിയം തൊട്ട് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ളവരുടെ അറ്റോമിക് നമ്പർ എങ്ങനെയാ? എനിക്കറിയത്തില്ല. സ്കൂട്ടി പറ. സ്കൂട്ടി, വിക്രമൻ, ഫ്രിക്രമൻ, ഫിക്കോ, ഫിക്കോ, നിക്കൂസൺ, നിക്കൂസൺ അല്ലെ? ഇത് 21 ആണ്. 21 22 23 അഞ്ച് കറക്റ്റ് അല്ലേ? 24 25 26 27 28 29 and 30. മക്കളെ ഇതില് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ളവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയണം അല്ലെ? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇതിൽ ക്രോമിയവും കോപ്പറിനും അറിയാം എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ്. സിങ്കും ഈ 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമേ. അപ്പൊ ഇത് സ്കൂട്ടി, വിക്രമൻ, ഫിക്കോ, നിക്കൂസിന് ഓർക്കുക. ഇനി സ്കാൻഡിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാണ്. ഇവരുടെ എല്ലാവരുടെയും അവസാനത്തിൽ 3Dയും 4s ഉള്ളത്. അത് ഓർത്ത് നോക്കിയാൽ 3Dയും 4s. അപ്പൊ 3Dയും 4s. 3Dയിൽ എത്ര ഇലക്ട്രോൺ, 4s-ൽ എത്ര ഇലക്ട്രോൺ? സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ് മക്കളെ. അതിനെ 2 ആയിട്ട് മുറിക്കുക. ആദ്യം കാണുന്നത് 4s-ൽ ഇലക്ട്രോൺ, പിന്നെ കാണുന്നത് 3Dയിൽ ഇലക്ട്രോൺ. 3D1 4s2. അങ്ങനെയാണ് നമുക്ക് അടുത്ത CRT. അടുത്ത വനേഡിയം. വനേഡിയം ശ്രദ്ധിച്ചോ. അറ്റോമിക് നമ്പർ 22 2 ആയിട്ട് മുറിക്കുക. ആദ്യം കാണുന്നത് 4s 23. അപ്പൊ ആദ്യം കാണുന്നത് 4s-ലെ ഇലക്ട്രോൺ, പിന്നെ കാണുന്നത് 3Dയിലെ. സോ 3Dയില് 3 ഇലക്ട്രോൺ, 4s-ല് 2 ഇലക്ട്രോൺ. അങ്ങനെ തന്നെ. ക്രോമിയം വരത്തില്ലേ? മാംഗനീസ് ഇത് 4s,
അത് 3D. ഓക്കെ, ഇത് 4S, ഇത് 3D. ഓക്കെ അല്ലേ? അതേപോലെ ഇവരുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും ഈസി ട്രിക്ക് ഉണ്ട്. വളരെ ഈസി ട്രിക്ക്. അടുത്തത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള സിങ്ക് ഒഴിച്ച് അറ്റോമിക് നമ്പർ 21 മുതൽ 29 വരെയുള്ള എല്ലാവരുടെയും ഗ്രൂപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ പറയുന്നറിയോ? ഇവരുടെ അറ്റോമിക് നമ്പറിന്റെ സം എടുത്താൽ മതി. അതായത് സ്കാൻഡിയം 2+1 മൂന്നാമത്തെ ഗ്രൂപ്പ്, ടൈറ്റാനിയം 2+2 4, വനേഡിയം 2+3 5 അഞ്ചാമത്തെ ഗ്രൂപ്പാണ്, ക്രോമിയം പറ്റത്തില്ല എക്സെപ്ഷൻ ആണ്, മാംഗനീസ് 2+5 7, ക്രോമിയം പറ്റാത്ത 2+4 6 ആറാമത്തെ ഗ്രൂപ്പ്, മാംഗനീസ് 7ാമത്തെ ഗ്രൂപ്പ്, അയൺ 6+2 8ാമത്തെ ഗ്രൂപ്പ്, കൊബാൾട്ട് 2+7 9ാമത്തെ ഗ്രൂപ്പ്. അങ്ങനെ ഇവരുടെ അറ്റോമിക് നമ്പറിന്റെ ആ നമ്പറുകളുടെ സം എടുത്താൽ ഇവരുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സ്കൂട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടുത്ത ലാസ്റ്റ് ട്രിക്ക് ആണ്. അതായത് ചോദ്യം ഇതാണ്, എപ്പോഴും മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഏതാണ് അട്ടി? സിങ്കിന്റെ ഓർ. Calamine and zinc, the zinc blend are the ore of zinc. സിങ്കിന്റെ 2 ഓറാണ്. ഒന്ന് സിങ്ക് കാർബണേറ്റ്, അതാണ് കാലമൈൻ, ആൻഡ് രണ്ടാമത്തെ ഓറാണ് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സൾഫൈഡ് ആണ്. ഇതാണ് സിങ്ക് ബ്ലെൻഡ്. ഇത് രണ്ടും സിങ്കിന്റെ ഓറാണ്. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിൽ ഏതിനെയാണ് സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ കാൽസിനേഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇത് കാർബണേറ്റ്, സൾഫൈഡ് ഓർ അല്ലേ? ഓക്സിജൻ ഉള്ള ആൾക്കാർ കാൽസിനേഷൻ ഉപയോഗിക്കും, ഓക്സിജൻ ഇല്ലാത്ത ആൾക്കാർ. യെസ്, അതിന്റെ ട്രിക്ക് ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങള്. സിങ്കിന്റെ കാർബണേറ്റ് ഓറാണ് കേട്ടോ. ഇത് കാർബണേറ്റ് ഓറാണ്. CO3 വരുന്നത് കാർബണേറ്റ്. അപ്പൊ കാർബണേറ്റ് ഓറിനെ വിളിക്കുന്ന പേരാണ് കാലമൈൻ. ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? കാൽസിനേഷൻ. സിങ്കിന്റെ കാർബണേറ്റ് ഓറാണ് കാൽസിനേഷൻ. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്നത് റോസ്റ്റിംഗ്. അപ്പൊ ഇത്രയും ട്രിക്കുകളാണ്. അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരുപാട് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ട്രിക്ക് പഠിച്ചു. റെഡി അല്ലേ? അപ്പൊ ബൈ.